വണ്ടിപ്രാന്തന്മാർക്ക് അധികം ഒന്നും കാണാൻ കിട്ടത്തില്ലാത്ത വളരെ റെയർ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചിട്ട് ദേ നിരത്തിയിട്ടേക്കുന്നത് 11ഓളം പജേറോസ് ആണ്. അതിൽ തന്നെ ദേ ഈ 5 കണ്ടോ, പക്ക നമ്മുടെ റെഡിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല ഈ വണ്ടികളിൽ പലതും നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ദേ അങ്ങേയത്തെടുക്കുന്ന റെഡ് ഫുൾ രജിസ്ട്രേഷൻ വർക്ക് കഴിഞ്ഞാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു അടിപൊളി മഞ്ഞ വണ്ടിയും കൂടെ ഉണ്ട്. ദേ ഈ മഞ്ഞ പജേറോയും നമ്മുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് കിടക്കുന്നതാണ്. ആൻഡ് ആ അറ്റത്ത് നമുക്ക് ഫുൾ വർക്ക് കഴിഞ്ഞ ഒരു പജേറ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കോട്ടയം ചെറക്കടവിൽ ഇത്രയും പജേറോ അല്ല, ആക്ച്വലി നമുക്ക് 17ഓളം പജേറോസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇടയില്ലാത്തതുകൊണ്ട് നമ്മൾ 11ലേക്ക് ചുരുക്കിയതാണ്. അപ്പോൾ ഇത്രയും പജേറോസ് എടുത്ത് റീസ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ അയൽവക്കത്ത് നമ്മുടെ നെയ്ബറിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തേണ്ടതായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വെച്ചത്. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹരിച്ചേട്ടൻ നമ്മുടെ നാട്ടുകാരന് ഇങ്ങനെ പജേറോസ് എടുത്തിട്ട് റീസ്റ്റോർ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പജേറോ എടുത്തിട്ട് റീസ്റ്റോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേട്ടനെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല റീസ്റ്റോർ ചെയ്ത് നല്ല അടിപൊളി പജേറോസ് വേണമെങ്കിലും ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വണ്ടികൾ ഇത്രയും കളക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് വണ്ടികൾ പരിചയപ്പെടാം. സോ വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ക്യൂൻ ഓൺ വീൽസ്. ആൻഡ് യെസ്, ഇതാണ് നമ്മുടെ ഹരിച്ചേട്ടാ. അപ്പോൾ ഹരിച്ചേട്ടൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ റോബിൻ്റെ വീഡിയോ ഉണ്ടപ്പോഴാണ് ഇത്രയും കളക്ഷൻ നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ചോദിക്കുക ഇത്രേ ഉള്ളൂ, എന്തുകൊണ്ട് പജേറോ SFXൻ്റെ ഒരു പർട്ടിക്കുലർ കളക്ഷൻ തുടങ്ങി? SFXന് ഒരുപാട് ആരാധകരുള്ളതുണ്ട്. അത് അപ്പോൾ ചേട്ടനും ഒരു SFX ആരാധകനായിരുന്നു, അതുകൊണ്ട് തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും ഉണ്ടല്ലോ, നമുക്ക് അധികം ചോദ്യങ്ങളിട്ട് അവരെ വെറുപ്പിക്കാതെ നമുക്ക് ഓരോ വണ്ടികൾ പരിചയപ്പെട്ട് അതിൻ്റെ ഇടത്തിൽ ഓരോ വിശേഷങ്ങൾ പങ്കുവെക്കാം അല്ലേ? അപ്പോൾ ഇത് ഫുള്ള് വർക്ക് കഴിഞ്ഞ ഒരു പജേറോ ആണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തോണ്ടല്ലോ ഫുൾ രജിസ്ട്രേഷൻ ആണ്. നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? കംപ്ലീറ്റ് രജിസ്ട്രേഷൻ തന്നെയാണ് ചെയ്യുന്നത്? അതെ, ഇത് നേരത്തെ സിൽവർ ആയിരുന്നു കളർ. ഇത് കളർ ഉൾപ്പെടെ യെല്ലോ ആയിട്ട് മാറ്റിയതാണ്. ഓക്കെ. യെല്ലോയ്ക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. ഈ യെല്ലോ റെഡിനൊക്കെ ഫാൻ ബേസ് ഉണ്ട്. യെല്ലോയ്ക്കുണ്ട്, റെഡിനുണ്ട്, ബ്ലാക്ക്. മീൻസ് എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആണ്. എല്ലാ കളേഴ്സിനും അതിൻ്റെതായ ആരാധകരുണ്ട്. വൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ, പക്ഷേ യെല്ലോ നമുക്ക് മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യെല്ലോ സാധാരണ നമ്മൾ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു മാസത്തിൽ ഒരു വണ്ടി വെച്ചൊക്കെ നമ്മൾ കളർ ചെയ്ത് യെല്ലോ എടുത്ത് കൊടുക്കാൻ ഇപ്പം നമുക്ക് പറ്റുന്നുണ്ട്. ഇത് ഫുൾ റീസ്റ്റോർ ചെയ്തതാണ്. കായംകുളത്തുള്ള കസ്റ്റമർ എടുത്ത വണ്ടിയാണ്. ഓൾറെഡി വിറ്റുപോയി. വിൽക്കാത്ത വണ്ടികളൊന്നും ഇതിൻ്റെ അകത്ത് അങ്ങനെ കാര്യമായിട്ടില്ല. 1-2 വണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓൾറെഡി. അതും ഞാൻ നിങ്ങളോട് പറയാം, ഏതൊക്കെ വണ്ടിയാണ് നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും ഇഷ്ടമുണ്ടല്ലോ, കുറെ ആരാധകർ കാണുമല്ലോ. ഓക്കെ. അപ്പോൾ ഇതെന്തായാലും വണ്ടി നമ്മൾ ഓൾറെഡി പോയതാണ്. അപ്പം ഇതിപ്പോ നമുക്ക് ജസ്റ്റ് വന്നേ ഉള്ളൂ, നമ്മൾ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല അല്ലേ? റെസ്റ്റോറേഷൻ ഉള്ള ഇതുപോലെ തന്നെ. ഓക്കെ. നമ്മൾ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. വണ്ടിയുടെ മെക്കാനിക്കൽ വർക്കിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ പെയിന്റ് വർക്ക് ചെയ്തെടുത്തു നമ്മളിപ്പോൾ എടുത്തിട്ട് വന്നതാണ്. പെയിന്റിങ്ങിന്റെ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മൾ വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വണ്ടി എടുത്തു. നമ്മൾ ആദ്യം വണ്ടി എടുക്കുന്നു, ജസ്റ്റ് മെക്കാനിക്കൽ സൈഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് രജിസ്ട്രേഷനിലേക്ക്. ഇല്ല, വണ്ടി നമ്മൾ വന്നതിന് ശേഷം നമ്മൾ കസ്റ്റമർ ആദ്യം വന്നതിന് ശേഷം നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തുള്ളൂ. കസ്റ്റമറിന്റെ പ്രിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ കസ്റ്റമർ കണ്ട് വണ്ടി ഇഷ്ടപ്പെട്ടതിന് ശേഷം ആ വണ്ടിയാണ് നമ്മൾ രജിസ്ട്രേഷൻ വണ്ടി എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിന് ശേഷം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് സമയം വേണം. നമ്മൾ ചെയ്തിരുന്ന അങ്ങനെ വളരെ കുറവാണ്. വളരെ ചെറിയ കുറച്ച് വണ്ടികൾ മാത്രമേ നമ്മളിങ്ങനെ ചെയ്തിട്ട് വിറ്റിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി, യെസ്, എനിക്ക് തോന്നുന്നു കൂടുതലും എനിക്ക് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഫുൾ വർക്ക് കഴിഞ്ഞ് നമുക്ക് 3ഓളം വണ്ടികളുണ്ട്. അതിൽ തന്നെ എനിക്ക് ആ വണ്ടി സത്യമായിട്ട് വർക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറച്ചുകൂടി പക്ക ശരിക്കും ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആയ വണ്ടിയല്ല. വണ്ടി നമ്മൾ ഡെലിവറി ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ അത്യാവശ്യമുള്ള വർക്കുകൾ മാത്രം ചെയ്ത് നമ്മളിപ്പോൾ ഡെലിവറി ചെയ്യുന്നു. കസ്റ്റമർ തിരികെ എബ്രോഡ് തിരിച്ചു പോയതിനു ശേഷം ബാക്കി വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ. നമ്മൾ സത്യം പറഞ്ഞാൽ വണ്ടി എടുത്ത് റീസ്റ്റോർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അല്ലാണ്ട് ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ വീഡിയോ കാണുന്ന പജേറോ ഓൺ ചെയ്യുന്നവർ കാണുമല്ലോ ചിലപ്പം, അപ്പം അവർക്ക് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ അങ്ങനെയുള്ള വണ്ടികൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കിടപ്പുണ്ട്. ഓക്കെ. നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും തീർച്ചയായിട്ടും എല്ലാ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കസ്റ്റമർ ഇപ്പം നിലവിൽ വണ്ടിയുള്ള ഒരാളാണെങ്കിൽ അവർ നമ്മുടെ വണ്ടി കൊണ്ട് തന്നാൽ നമ്മുടെ റെസ്റ്റോറേഷൻ അനുസരിച്ച് അവരുടെ താല്പര്യം അനുസരിച്ചുള്ള എന്ത് വർക്കുകൾ നമ്മൾ വണ്ടികൾ നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം നമ്മളുണ്ടല്ലോ കുറച്ച് ഇപ്പോൾ പജേറോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെ പോയാലും 10 വർഷത്തിലൊക്കെ മേളിലുള്ള പഴക്കമുള്ള വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേനും ഇപ്പം ഈവൻ നമ്മൾ സ്കോർപ്പിയോ എടുത്ത പോലെ ഒത്തിരി പേര് പറഞ്ഞു ഈ നമ്മൾ പാർട്സിൻ്റെ അവൈലബിലിറ്റി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ. ഇപ്പോൾ ഇത്രയും വണ്ടി ഓൺ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റും, ധൈര്യമായിട്ട് ചോദിക്കാൻ പറ്റും, എങ്ങനെയുണ്ട് പാർട്സ് അവൈലബിലിറ്റിയും കാര്യം? ഒരു കുഴപ്പമില്ല. എല്ലാ സാധനവും കേരളത്തിൽ കിട്ടും. എല്ലാ സാധനവും എറണാകുളത്ത് കിട്ടും. ഇപ്പം ഞങ്ങൾ പാർട്സിന് വേണ്ടി ഒരു ഡിവിഷൻ പതി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുക്കൽ ഒരു 2-3 മാസത്തിലുള്ള നമ്മളിപ്പോൾ ശരിക്കും പജീറോ വേൾഡ് എന്ന് പറഞ്ഞൊരു ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഓഫീസിൻ്റെ വർക്കെല്ലാം സ്റ്റാർട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം പകുതിയോടുകൂടി ചെറുക്കടയിൽ തന്നെ. അപ്പോൾ ചെറുക്കട അമ്പലത്തിൻ്റെ അടുത്താണ്. അപ്പം അത് നമ്മൾ വണ്ടിയുടെ ഒരു സെയിൽസ് ഔട്ട്ലെറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പജീറോയുടെ ഒരു എക്സ്ക്ലൂസീവ് SFX ഷോറൂം എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. ഒത്തിരി ഒന്നുമില്ല, 2 വണ്ടിയൊക്കെ ഇട്ട് നമുക്ക് സെയിൽ ചെയ്യാവുന്ന പോലെ. പക്ഷേ വണ്ടികൾ നമ്മുടെ കൂടുതലുണ്ടാവും. നമുക്കൊരു സർവീസ് ഡെലിവറി ഔട്ട്ലെറ്റ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ നമുക്ക് സെയിൽസിൻ്റെ സംവിധാനമുണ്ട്. നമുക്ക് സ്പെയർസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള വന്ന വണ്ടിയിൽ നിന്നുള്ള സ്പെയറുകളും നമ്മൾ അങ്ങനെ എടുത്തിട്ട് കൊടുക്കാണ്ട് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പജീറോ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്ത് ഒരു ക്വസ്റ്റ്യനും നമുക്കൊരു ആൻസർ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹബ് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമേഴ്സിൻ്റെ എല്ലാം ഒരുപാട് സപ്പോർട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പണിപ്പുരയിലാണ് ഇപ്പോൾ ശരിക്കും പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വണ്ടി എടുത്തിട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ റീസ്റ്റോർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ അത്യാവശ്യം നല്ലൊരു വർക്ക് വരുമ്പോഴത്തേനും അതിനനുസരിച്ചുള്ള ഒരു പ്രൈസിൽ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ കൊടുക്കുന്നത്. കാര്യം അത്രയും വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പം അവർക്ക് റീസ്റ്റോർ ചെയ്ത് വേണ്ട, അല്ലാണ്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു കണ്ടീഷനിൽ തന്നെ മതി, നമ്മൾ അങ്ങനെയും എടുത്തു കൊടുക്കാറുണ്ടോ? ആസ് ഇറ്റ് ഈസ് കണ്ടീഷൻ കൊടുക്കും. ഒരു വണ്ടി വന്നു അവർ അതേ കണ്ടീഷനിൽ അവർ നമ്മൾ ഒന്നും ചെയ്യേണ്ട, അവർ എടുത്ത് ചെയ്തോളാമെന്നാണ് അവർ പറയുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കാൻ നമ്മൾ റെഡിയാണ്. അല്ലാണ്ട് നമ്മൾ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വർക്കില്ല. ഒന്നെങ്കിൽ റിസ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കണ്ടീഷനിൽ തന്നെ പിന്നെ അത് കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല, നമ്മൾ സെയിൽ ചെയ്യുന്നതാണല്ലോ, ഒരു പ്രശ്നമില്ല. ഓക്കെ. അടുത്തായിട്ട് നമുക്ക് ഏത് വണ്ടിയായിരിക്കും ഇത് പരിചയപ്പെടുത്താൻ പറ്റുന്നത്? അത്യാവശ്യം നല്ല ഒരു നല്ല വണ്ടികളാണ് ഇത്. നല്ല വണ്ടിയാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടിച്ചൊരിടത്ത് വന്ന വണ്ടിയായിരിക്കും ഇത്. 3600 കിലോമീറ്റർ സിംഗിൾ സ്ട്രെച്ചിൽ ഓടി വന്ന വണ്ടിയാണ് ഇത്. മണിപ്പൂരിൽ നിന്നാണ് വന്നത്. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ കുറച്ച് ഇഷ്യൂസ് അറിയാമല്ലോ. അവിടെ ഉള്ള ആ പ്രശ്നങ്ങളുടെ ഇടയിൽ ആർമിയുടെ കോൺവോയിൽ കയറ്റി, ആർമി കോൺവോയിൽ വന്നിട്ട് നാഗാലാൻഡിൽ അവർ കൊണ്ട് ദീമാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആർമിയുടെ കോൺവോയിൽ കൊണ്ട് ഡെലിവറി ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അവിടെ നിന്ന് ഓടിച്ചു വന്ന വണ്ടിയാണ്. ഏകദേശം 3500-600 കിലോമീറ്ററോളം വണ്ടി ഓടി വന്ന വണ്ടിയാണ്. അപ്പോൾ അതിക്കുള്ളൊരു ക്വാളിറ്റി നമ്മൾ അഷുറൻസ് ഒന്നും ഈ വണ്ടിക്ക് പറയാനുള്ള ഇല്ല. കാരണം ഇനി നമ്മൾ വർക്കും കുറച്ച് ചെയ്യുമ്പോൾ വണ്ടിയൊക്കെ നല്ല അടിപൊളിയാവും. ഇതൊക്കെ ഓൾറെഡി കസ്റ്റമർ എടുത്ത വണ്ടികളാണ്. അതുപോലെ തന്നെ അടുത്ത വണ്ടിയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ പ്രൈസിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത പോലെ നമുക്ക് ഏകദേശം ഒരു പജേറോ SFX ഒരാൾക്ക് എന്ത് റേറ്റ് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും? നമ്മളിവിടെ ചെയ്യുന്നത് 2008 വണ്ടി 7 ലക്ഷം രൂപയ്ക്കാണ്. 2012 നമ്മൾ ഏറ്റവും ലാസ്റ്റ് വർക്ക് ചെയ്തതാണോ നമ്മൾ ഈ 7? നമ്മൾ ശരിക്കും 2010 പുറകോട്ടുള്ള വണ്ടി ഫുൾ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ആളുകൾ 2010 പുറകോട്ടുള്ള ആളുകൾ പലരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ളൊരു താല്പര്യത്തിലാണ് വരുന്നത്. അപ്പോൾ അവർ ആവശ്യപ്പെട്ടാൽ നമ്മൾ ചെയ്തു കൊടുക്കും. അവർ വണ്ടി എടുത്തിട്ട് അവർ അതിൻ്റെ അകത്ത് ഫുൾ റീസ്റ്റോർ ചെയ്തിട്ടാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ അത്യാവശ്യത്തിനുള്ള മെക്കാനിക്കൽ വർക്ക് ഫുള്ള് ബോഡി ലൈനിലുള്ള വർക്കുകൾ ഫുള്ള് AC അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെ അടിസ്ഥാനപരമായിട്ട് വണ്ടിയുടെ ഒരു അടുത്തൊരു 10000 കിലോമീറ്റർ സർവീസ് വരെ അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിലുള്ള വർക്കുകളാണ് നമ്മൾ നോർമലി നമ്മൾ 2010 പുറകോട്ടുള്ള വണ്ടിക്ക് ചെയ്യുന്നത്. പക്ഷേ കസ്റ്റമർ പറയുകയാണ് അവർ ഫുൾ റീസ്റ്റോർ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റും കൂടെ നമ്മൾ കൂടുതലാക്കിയിട്ട് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. 2010 ശേഷമുള്ള വണ്ടികളെല്ലാം ഫുൾ റീസ്റ്റോറേഷൻ എന്നൊരു കൺസെപ്റ്റ് തന്നെയാണ് വയ്ക്കുന്നത്. 2010, 11, 12. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ 5ഓളം റെഡ് പജേറോസിന്റെ ഒരു കളക്ഷൻ. അപ്പം ഈ റെഡ് ഇത്രയും എടുത്തിടാൻ കാരണം എന്താ? റെഡ് ഓരോ സമയത്ത് എൻക്വയറി കൂടുതലുണ്ട് റെഡിന്. നമുക്ക് അവൈലബിലിറ്റി ഉള്ള സമയത്ത് നമ്മൾ റെഡ് മാക്സിമം നമ്മൾ പർച്ചേസ് ചെയ്യും. റെഡ് ഒരു വണ്ടി വഴി ബാക്കിയെല്ലാം ബുക്കിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ബാക്കിയെല്ലാം ബുക്കിംഗ് ആണ്. അപ്പം റെഡ് നമ്മൾ അവൈലബിൾ ആകുന്ന സമയത്ത് ഇതിപ്പോൾ റീസ്റ്റോറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് ഓൾറെഡി സിൽവർ ആയിരുന്നു വണ്ടി. ഇതിപ്പോൾ സിൽവർ മാറിയിട്ട് റെഡിന്റെ ബേസ് പെയിന്റ് മാത്രം അടിച്ചേക്കുന്നതാണ്. അങ്ങനെ പോളിഷിംഗ് വർക്ക് ഒന്നും ആയില്ല, ജസ്റ്റ് കളർ മാത്രം ചെയ്തിട്ടിരിക്കുന്നതാണ്. അതെ, ഇത് കർണാടക ഡെലിവറിയാണ്, ബാംഗ്ലൂർ കൊടുക്കേണ്ട വണ്ടിയാണ്. അപ്പോൾ ഇതിനും ഒരു മാസം കൂടെ വർക്കുണ്ട്. അപ്പോൾ അത്രയും വർക്ക് ചെയ്ത് ശരിക്കും ഒരു പുതിയ വണ്ടിയുടെ അതേ രീതിയിലാണ് കസ്റ്റമർക്ക് ഡെലിവറി വരുന്നത്. ഓൾറെഡി സിൽവർ ആയിരുന്നു, അത് ഇതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്ത് റെഡ് ആയതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ റീസ്റ്റോർ ചെയ്തൊരു പുതിയ വണ്ടി ഒറിജിനൽ റെഡ് ഇതായിട്ട് കണ്ടാലൊന്നും അറിയത്തില്ല, ക്ലിയർ ആയിട്ട് തന്നെയാണ് പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നത്. അതെ. അപ്പൊ ഏതാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ ബുക്കിംഗ് ആവാത്ത വണ്ടി? ഈ വണ്ടി മാത്രമേ ഉള്ളൂ ബുക്കിംഗ് ആവാത്ത, ഇത് വന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഫുള്ള് വർക്ക് കഴിഞ്ഞ ഒരു റെഡ് ഉണ്ട് അങ്ങേറ്റത്. ഞാൻ ആദ്യം തന്നെ ഇൻട്രോയിൽ അവരോട് പറഞ്ഞത് നല്ല അടിപൊളിയായിട്ട് ഫുൾ വർക്ക് കഴിഞ്ഞ് നടക്കാണ് ബുക്കിംഗ് ആയതായിരിക്കും അല്ലേ? ഡെലിവറി ആറായതാ. ഓക്കെ, 2 ദിവസം കൂടെ വർക്കേ ഉള്ളൂ. ഓക്കെ. ഇതൊക്കെ ഏത് മോഡലാണ്? 2010 മോഡൽ. അപ്പൊ നമ്മള് ഏകദേശം ഒരു 2012 മോഡൽ, അതാണല്ലോ നമ്മൾ SFXൽ കുറച്ച് ലേറ്റസ്റ്റ് വരുന്നത്. അപ്പൊ 2012 മോഡൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്ത ഒരു വണ്ടിക്ക് എന്നാ റേറ്റിൽ നമുക്ക്? 12 to 13 ലക്ഷം രൂപ. 13 ലക്ഷം ഫുൾ റീസ്റ്റോറേഷന് ശേഷമാണ് എല്ലാ വർക്കും ചെയ്തതിന് ശേഷം. അപ്പോൾ അതിനകത്ത് ഒത്തിരി വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 90 ദിവസം സമയം എടുത്തൊരു 3 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള വർക്ക് നമ്മൾ വണ്ടിയെ ചെയ്തിട്ടാണ് നമ്മൾ ഈ റെസ്റ്റോറേഷൻ എന്ന കൺസെപ്റ്റ് നമ്മൾ 2012 വണ്ടി കൊടുക്കുന്നത്. പിന്നെ ഡിപ്പെൻസ്, ഓരോ സമയത്ത് നമുക്ക് കിട്ടുന്ന അവൈലബിലിറ്റി അനുസരിച്ച് സമയത്ത് വില കുറച്ച് ചിലപ്പോൾ ഓണർഷിപ്പ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ വില കുറയും. ഇതെല്ലാം സിംഗിൾ ഓണർ വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഈ 2012 ഒരു സിംഗിൾ ഓണർ വണ്ടി, ഒരു ലെസ് കിലോമീറ്റർ റൺ വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് കിലോമീറ്റർ കൂടുതലാണ് അല്ലെങ്കിൽ ഓണർഷിപ്പ് കൂടുതലൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ റേറ്റ് പുറകോട്ട് വരും. നല്ല നീറ്റ് വണ്ടിയാണെങ്കിൽ നമുക്ക് വണ്ടികളെല്ലാം നീറ്റ് ആയിരിക്കും, അതിനകത്തുമില്ല ഇങ്ങനത്തെ ചില റണ്ണിങ് കിലോമീറ്റേഴ്സ് അതുപോലെ ഓണർഷിപ്പിന്റെ ചേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റ് നമ്മൾ നമുക്കും കിട്ടുന്ന കുറവായിരിക്കും, സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കുന്ന വിലയും കുറവായിരിക്കും. അപ്പൊ ചേട്ടൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു പജേറോ ഓണർ ആയിട്ട് സത്യം പറഞ്ഞ ഇപ്പൊ എത്ര വർഷമായി? പജേറോ ഓണർ ആയിട്ട് 12 വർഷമായി. 12 വർഷം. നമ്മൾ സെയിൽസിലോട്ട് ഇറങ്ങിയിട്ട് ഏകദേശം സെയിൽസിലേക്ക് ഇറങ്ങിയിട്ട് 2 വർഷമായി. 2 വർഷമായിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ എന്തായാലും 12 വർഷം കൊണ്ട് പജേറോ ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് 12 വർഷം കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ച വേറെ കുറ്റങ്ങളും കാണുമല്ലോ. അപ്പൊ ഒരു പജേറോ എടുത്താൽ നമ്മളൊരു കസ്റ്റമർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ചേട്ടന് തോന്നിയത്? പജീറോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ചില ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത്രയും വില കൊടുത്ത ആളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് വണ്ടിക്ക് റാറ്റ്ലിംഗ് നോയ്സ് ഉണ്ട് വണ്ടിയിൽ, അതുപോലെ ബോഡി ഓവറോളിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ബോഡിയുടെ വൈബ്രേഷൻ
പജീറോയ്ക്കും മറ്റു വണ്ടികൾ വെച്ചും വളരെ കൂടുതലാണ്. ഓക്കെ. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത് ആളുകളെ ഇതിൽ നിന്ന് ഒരുപാട് പുറകേക്ക് പിന്തിരിപ്പിച്ച്. പുറകോട്ട് വലിച്ച കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ പജീറോയുടെ പ്രശ്നമാണ്. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ ഡോറ് സീറ്റെല്ലാം വളരെ ഹെവിയാണ്. അപ്പോൾ ഒരു 5000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡോറും സീറ്റിനൊക്കെ പുതിയ നോയ്സ് വരാം, അതായത് റാറ്റ്ലിംഗ് സൗണ്ടൊക്കെ വരാൻ തുടങ്ങും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ പരിഹരിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾ സീറ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ സീറ്റ് അഴിച്ച് നമ്മൾ പീസാക്കിയിട്ട് വർക്ക് ചെയ്ത് തിരിച്ച് വരിക ചെയ്യുന്നത്. അപ്പോൾ ആ നോയ്സൊക്കെ മാക്സിമം നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് അതുപോലെ ഡോറിൻ്റെ ഹിഞ്ച് അങ്ങനത്തെ വർക്കുകളെല്ലാം ചെയ്ത് അങ്ങനെയാണ് ഈ റിസ്റ്റോറേഷൻ എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് നമ്മൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളുണ്ടല്ലോ ഒരു വണ്ടി എടുത്ത സമയത്ത്. സർവീസ് സെൻ്ററിലൊക്കെ നല്ലപോലെ ചെയ്തുകൊണ്ടിരുന്നതാണ് നേരത്തെ, ഈ രീതിയിൽ തന്നെയാണ് അവർ സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി AC കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആക്കും. കാരണം വെച്ചാൽ നമുക്കൊരു ന്യൂ ജനറേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു 10 ലക്ഷം രൂപ മുടക്കി ഒരാൾ റെഡി ക്യാഷിനായിരിക്കും എടുക്കുന്നത്. കാരണം ലോൺ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ. പ്രത്യേകിച്ച് നമ്മൾ അതർ സ്റ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് ലോൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഒരാൾ ലോൺ എടുക്കണമെങ്കിൽ തന്നെ അവരുടെ പേരിലേക്ക് വണ്ടി പേര് മാറിയതിന് ശേഷമാണ് ലോൺ ഇടാൻ സാധിക്കുക. അപ്പം ഒരാൾ 10 ലക്ഷം രൂപ റെഡി പൈസ മുടക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം AC-ക്കൊക്കെ പ്രശ്നമുണ്ട്. കാരണം ന്യൂ ജനറേഷൻ വണ്ടി വെച്ച് നോക്കുമ്പോൾ AC-യുടെ പെർഫോമൻസ് ചില മോശമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളതെല്ലാം നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് തുടങ്ങി നമ്മൾ ഈ ബോഡിയുടെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ, ഈ വൈബ്രേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഹൈബ്രിഡ് ക്ലച്ച്, നമ്മൾ എല്ലാവരും നോർമലി പജീറോയുള്ള എല്ലാ ആൾക്കാരും അതൊക്കെ യൂസ്ഡ് ആണ്, അവരൊക്കെ ചെയ്യുന്നതാണ്, സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്ത് കൊടുക്കുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരാൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ, അതെ, നമ്മുടെ നിന്ന് ഒരാൾ എടുത്താൽ പിന്നെ അത് ചെയ്യാൻ വേണ്ടി കൊണ്ട് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. അല്ല നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു എക്സ്ക്ലൂസീവ് സാധനമൊന്നുമല്ല. പിന്നെ ബ്രേക്കിങ് സ്വാഭാവികമായിട്ടും മറ്റു വണ്ടി വെച്ച് നോക്കുമ്പോൾ ബ്രേക്ക് ശലം കുറവാണ്. കുറവ് മീൻസ് അത് ഓരോ ആൾക്കാർ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഇത് ഒരുപാട് യൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രശ്നമൊന്നും തോന്നുന്നുണ്ടാവത്തില്ല. പക്ഷേ ആദ്യമായിട്ടൊരു വണ്ടിയിലേക്ക് കയറിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്രേക്ക് കുറവാണെന്ന് തോന്നും. ഇപ്പോൾ നമ്മൾ ABD എന്ന് പറഞ്ഞ ബ്രേക്ക് സിസ്റ്റം നമ്മൾ ആഡ് ചെയ്യുന്ന ആവശ്യക്കാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. AC-യുടെ ഫുൾ യൂണിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പുതിയ യൂണിറ്റ് ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ ഒരു കാലത്ത് അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒരു പരിധി വരെ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഈ ഗ്ലാസ് മേളിലോട്ട് പോകുന്ന സമയത്ത് ബീഡിങ് എത്തിട്ട് താഴ്ത്ത് വരിക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യമായിരിക്കും. പക്ഷേ നമ്മൾ പുതിയൊരു വണ്ടി എടുക്കുന്ന ആളെ സംബന്ധിച്ച് പ്രശ്നമാണ്. അതൊക്കെ ഒരു 90% വരെ നമ്മൾ റെഡിയാക്കി കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു 12 വർഷം ഉപയോഗിച്ചപ്പോൾ നമുക്ക് എന്തൊക്കെ തോന്നിയ ആ ഒരു കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരെ നമുക്ക് റെക്ടിഫൈ ചെയ്ത് എടുക്കുന്ന ആളിലേക്ക് കൊടുക്കുമ്പോഴത്തേനും നല്ല നീറ്റായിട്ട് വണ്ടി കൊടുക്കാനായിട്ട് അതെ, പറ്റും. അതുപോലെ കസ്റ്റമർ ഫീഡ്ബാക്ക് നമ്മൾ നല്ലപോലെ എടുക്കും. ഇപ്പോൾ നമ്മൾ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ആളുകൾ ഓരോ സമയത്തും നമ്മുടെ ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. ഇപ്പം ഒരു സമയത്ത് നമ്മൾ ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോ അതൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പം നമ്മുടെ ആളുകൾ നമ്മോട് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ആളുകളെല്ലാവരും അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബേസിക് നീഡായിട്ട് നല്ല ആവശ്യം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ വണ്ടി എടുത്താൽ 50% നമ്മൾ ഓടിച്ചാൽ മതി. ബാക്കി 50% ഫെസിലിറ്റീസും ബാക്കി കാര്യങ്ങളും വണ്ടിയാണ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പക്ഷേ പജീറോയെ സംബന്ധിച്ചിടത്തോളം 100% നമ്മളിത് നല്ല ആപ്റ്റായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. കാരണം അങ്ങനത്തെ ടെക്നിക്കൽ വൈസ് വളരെ ആ ഒരു കാലഘട്ടത്തിലെ വണ്ടിയല്ലേ. ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ്, അതായത് സെൻസേഴ്സ്, ചെറിയ കാര്യങ്ങളാണ്, റിവേഴ്സ് ക്യാമറ. എന്നാലും നമ്മളൊരു വണ്ടി കൊടുക്കുന്ന സമയത്ത് അതുവരെ നമ്മളിപ്പോൾ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു കസ്റ്റമർ എടുത്താൽ അവർക്ക് കൊണ്ടുപോയി 10,000-10,000 രൂപയ്ക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ എന്നാലും അത് നമ്മൾ അതുവരെ ചെയ്താണ് ഇപ്പോൾ നമ്മളിവിടെ വണ്ടി ഡെലിവറി കൊടുക്കുന്നത്. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല പല സ്റ്റേറ്റിൽ നമ്മൾ ഇങ്ങോട്ട് വണ്ടി എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മെക്കാനിക്കൽ സൈഡ് ഉൾപ്പെടെ നമ്മൾ നല്ലപോലെ നോക്കി വേണമല്ലോ എടുക്കാനായിട്ട്. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ അങ്ങനെ നോക്കി എടുക്കുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മേജറായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെല്ലാം? അപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കലി ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എഞ്ചിന്, ഫ്രണ്ട് ഹൗസിങ്, അതുപോലെ ഗിയർ, ബാക്കിയുള്ള പ്രധാനപ്പെട്ട മെക്കാനിക്കൽ സൈഡ് നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചാണ് എടുക്കുന്നത്. അവിടെ നമ്മൾ കാര്യമായിട്ട് പ്രശ്നങ്ങളുള്ള വണ്ടികൾ എടുക്കാറില്ല. ബാക്കി വർക്കുകളെല്ലാം നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ബാക്കി മെക്കാനിക്കൽ സൈഡ് വർക്ക് ചെയ്താൽ നല്ല രീതിയിൽ അതിൻ്റെ ഒരു റിസൾട്ട് റിഫ്ലക്ട് ചെയ്യുന്ന വണ്ടി തന്നെയാണ് പജീറോ നമ്മൾ മെക്കാനിക്കൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളിലൊന്നും നമ്മൾ ബോധറാവാറില്ല. പിന്നെ ബോഡി ലൈൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കാറില്ല അങ്ങനെ. കാരണം പല വണ്ടിക്കും ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനൽ സാധനം കിട്ടാറില്ല. പക്ഷേ ആക്സിഡൻ്റ് ഉള്ളൊരു വണ്ടി നമ്മൾ ചെയ്യത്തില്ല. ഒരു വണ്ടിയും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില ആക്സിഡൻറ്റ്, ഇപ്പോൾ നമ്മൾ ബോണറ്റിൻ്റെ സൈഡോ അതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ചിലവൊക്കെ ഉണ്ടാവും. പക്ഷേ അല്ലാണ്ട് നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു ആക്സിഡൻ്റായിട്ട് വരുന്നൊരു സാധനം നമ്മൾ എടുക്കത്തില്ല. കാരണം നമുക്കുള്ള കസ്റ്റമറിനകത്തൊരു നല്ല പെർസെൻറ്റേജും വണ്ടി കാണാണ്ട് വണ്ടി എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് 100% ട്രസ്റ്റ് വർത്തിയായിട്ട് തന്നെയാണ് നമ്മൾ കസ്റ്റമർ എടുക്കുക നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വണ്ടിയെല്ലാം മിക്കവാറും എല്ലാം 90% നോക്കി തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ അകലെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ അതിലും നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടല്ലേ? പിന്നെ വണ്ടി ഓടിച്ച് വരുമ്പം കോൺഫിഡൻ്റ് അല്ലേ. ഞാൻ പറഞ്ഞില്ല, ഇപ്പം മണിപ്പൂരിൽ നിന്ന്, നാഗാലാൻഡിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്ന് നമ്മൾ വളരെ റയറായിട്ടാണ് ഓടിച്ച് വന്നേക്കുന്നത്, 1-2 തവണയുള്ളൂ. പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ബോംബെ, മഹാരാഷ്ട്ര സൈഡെല്ലാം ഓടിച്ചാണ് വരുന്നത്. നാഗ്പൂർ എന്നുള്ള വണ്ടി ആ സൈഡെല്ലാം ഓടിച്ചാണ് വരുന്നത്. അങ്ങനെ ഒരു സെൻട്രൽ ഇന്ത്യ മുതൽ ഇങ്ങോട്ട് താഴേക്ക് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ വണ്ടി ഓടിച്ചിട്ട് വരുന്നത്. ഓടിച്ചിട്ട് വരുന്ന സമയത്ത് ഇത്രയും കിലോമീറ്റർ ഓടി വരുന്ന വണ്ടി നമ്മളും കോൺഫിഡൻ്റ് ആണ്. കാരണം എന്തെങ്കിലും പ്രശ്നം കൂടെ നമുക്കറിയാൻ പറ്റും, നമുക്ക് സർവീസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ആ പോർഷൻ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് നമുക്ക് ശരിക്കും ഉണ്ട്. ഇപ്പോൾ ടയറൊക്കെ ആണെങ്കിലും മോശം ടയറാണെങ്കിൽ വരുന്ന സമയത്ത് ഇത് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കാം. ഇത്രയും ദൂരം ഓടി കിലോമീറ്റർ നമുക്ക് ശരിക്കും വണ്ടിയെ പക്കായിട്ട് മനസ്സിലാക്കി പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. പിന്നെ തീർച്ചയായിട്ടും പറ്റും.
ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളൊരു എന്തൊക്കെയാണ് പ്രശ്നം എന്ന് നമ്മൾ പരിഹരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കോ ഇപ്പൊ ചേട്ടന്റെ അടുത്തത് ഇപ്പൊ ഒരു കസ്റ്റമർ വണ്ടി എടുത്താൽ ഇപ്പൊ പല ഇടത്തോട്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ടല്ലോ, നമ്മുടെ ഈ ലൊക്കാലിറ്റി മാത്രമല്ല. അപ്പൊ അങ്ങനെ എടുത്തോണ്ട് പോകുന്ന ഒരാൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു പണി വല്ലോ വണ്ടിക്ക് വന്നാൽ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ചെയ്യേണ്ട ഒരു ഒരിക്കലും ഇല്ല. നമ്മൾ ഇതിനകത്ത് ഒരു എന്നാ പറയുക, ഒരു ചെറിയൊരാളെന്നുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള. ഇതിനേക്കാൾ ഒത്തിരി വലിയ അമ്മമാർ വെളിയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ രീതിയിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് ആളുകൾ ശ്രദ്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ എടുക്കുന്ന വണ്ടി കസ്റ്റമർ എടുത്തിട്ട് പോയതിന് ശേഷമാണ് കസ്റ്റമർക്ക് ഒരു കംപ്ലൈൻറ്റ് എന്നെ തോന്നുന്നെങ്കിലും പിന്നെ ആണെങ്കിലും നമ്മൾ റെക്ടിഫൈ ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ 100% എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് എന്നില്ല. പക്ഷേ നമ്മൾ ചെയ്ത് കൊടുക്കും. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്നതാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ ചെയ്ത് കൊടുക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ അതല്ലാത്തതാണെങ്കിലും കസ്റ്റമർക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക. അല്ല ഇവിടുന്ന് വണ്ടി നമ്മൾ കൊടുത്തു വിട്ടു അതുകൊണ്ടെന്നാൽ നമ്മുടെ ഇടപാടെല്ലാം തീർച്ചയായിട്ടും നമ്മൾ കൊടുത്ത സമയത്ത് പ്രശ്നമില്ലെന്നും നമ്മൾ 100% പറയില്ല. നമുക്ക് ഒരിക്കലും അങ്ങനെ ഇത്രയും പഴക്കമുള്ള വണ്ടിയല്ലേ. കസ്റ്റമർ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കാത്ത ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നത്. നമ്മൾ തീർച്ചയായിട്ടും വണ്ടി തിരിച്ചെടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് തന്നെ തിരിച്ചു കൊടുക്കും. നമ്മളങ്ങനെ ഇതിൻ്റെ അകത്ത് അങ്ങനെ വണ്ടികളുണ്ട്. ഇപ്പോൾ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പാലായി ജോസ്റ്റിയാനുണ്ട്. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് ഉണ്ട്. അതുപോലെ കാഞ്ഞിരമറ്റത്ത്, എറണാകുളം കാഞ്ഞിരമറ്റത്ത് നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്ന ജോമൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. പിന്നെ പജീറോ ക്ലബിൻ്റെ ആളുകൾ ചേർന്നിട്ട് എറണാകുളത്ത് ഒരു സർവീസ് സെൻ്റർ ഉണ്ട്. ചേരാനല്ലൂർ നല്ലപോലെ ചെയ്യുന്ന ആളുണ്ട്. ആലുവയിലുണ്ട്. പിന്നെ തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് വരേണ്ടവരെ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. അവിടെ ചെയ്യാറുണ്ട്. ഇപ്പം നമുക്ക് തന്നെ ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സർവീസിനെ സംബന്ധിച്ച് ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമർ വീട്ടിൽ പോയി വണ്ടി എടുത്തിട്ട് വന്ന് സർവീസ് ചെയ്ത് തിരിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെ കുറച്ചും കൂടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾക്ക് തിരിച്ചു കൊണ്ട് ഒരു കാര്യമില്ല. ഇഷ്ടംപോലെ വർക്ക്ഷോപ്പുകളാണ്. എല്ലാ വർഷവും നല്ല ഏത് വർക്ക്ഷോപ്പ് തന്നെ പണിയാൻ വേണ്ടിയേ ഉള്ളൂ. സ്പേസിൻ്റെ അവൈലബിലിറ്റി ആണ് ഒരു കാലത്ത് ഹെഡേക്ക് ആയിരുന്നത്. ഇപ്പോൾ സ്പെയറിൻ്റെ അവൈലബിലിറ്റി പ്രശ്നമില്ലാത്തതുകൊണ്ട് ഏത് നല്ല വർക്ക്ഷോപ്പുകാരനും പണിയാവുന്ന സാധനങ്ങൾ മാത്രമേ ഈ സാധനത്തിനകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു SFXനോടുള്ള താല്പര്യം കാരണമാണ് ഇങ്ങനൊരു SFX കളക്ഷൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും എന്തുകൊണ്ട് GLX ഇല്ലാന്ന്. അല്ല, GLX അങ്ങനെ നമ്മൾ എടുത്തിട്ട് ചെയ്യുന്നില്ല. GLX നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കസ്റ്റമർ GLXന് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരിന്ന് അത് സോഴ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം GLXനെ സംബന്ധിച്ചിടത്തോളം വണ്ടി നമ്മൾ 2006, 2007 അങ്ങനെ ചിലവിടെ പുറകോട്ടുള്ളതാകുമ്പോൾ സ്വാഭാവികമായിട്ട് ക്വാളിറ്റിയിലൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിച്ചെടുക്കേണ്ടി വരും. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കണം. ഒത്തിരി വലിയ വില പറഞ്ഞാൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാവുന്ന വർക്കിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു വണ്ടി നമ്മൾ GLX എടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു സർവീസ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തു കൊടുക്കും. അതൊരു കമ്മീഷൻ ബേസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ മിനിമം സർവീസ് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. NOCയുടെ കാര്യം നമ്മൾ ചെയ്യും, അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ബാക്കി മെക്കാനിക്കൽ സൈഡ് വർക്കുകളും ബാക്കി ബോഡിയുടെ വർക്കുകളും അങ്ങനെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമർ ചെയ്യണം. ആ ഒരു കണ്ടീഷൻ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതുവരെ നമ്മൾ ആ 2 GLX ചെയ്തിട്ടുള്ളൂ ഇത്രയും കാലത്തിനകത്ത്. അങ്ങനെ 2 കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു ഇതിൽ മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്പോട്ട് തന്നെ ചെയ്തിട്ടില്ല. സ്പോട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. സ്പോട്ടിന് ആവശ്യക്കാരുണ്ട്. സ്പോട്ട് അങ്ങനെ ഒന്നല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് SFXന്റെ ഡിമാൻഡ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് SFX ഉണ്ട്. ഇത്രയൊക്കെ എടുക്കാനുള്ള സാഹചര്യം അതെന്ന് നമുക്ക് ഇത്രയും എടുക്കാനുള്ള സാഹചര്യം ഉള്ളൂ. നമുക്ക് ഒത്തിരി വണ്ടി എടുക്കാനുള്ള ഒരു പൈസ എല്ലാവരും അങ്ങനല്ല. 17 പല കസ്റ്റമർ വണ്ടിയല്ലേ. ഇപ്പൊ ഞങ്ങളെക്കാളും കൂടുതൽ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പൊ നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അങ്ങനെ കാണുള്ളൂ. പക്ഷേ ഒരുപാട് ഇപ്പം മലബാർ സൈഡിലൊക്കെ ഒരുപാട് നമ്മളെക്കാളൊക്കെ ഇരട്ടി വണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമ്മളതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഘടകമല്ല. പക്ഷേ നമ്മളിതിങ്ങനെ കസ്റ്റമറുടെ വണ്ടിയും റെസ്റ്റോറേഷൻ എല്ലാം കൂടെ ആകുമ്പോൾ വണ്ടിയുടെ എണ്ണം കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു വണ്ടി എടുത്ത് റീസ്റ്റോർ ചെയ്യാനായിട്ട് ഏകദേശം കുറഞ്ഞത് എത്ര ടൈം എടുക്കും? 90 ദിവസം. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് റെഡി കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. റെഡി ഡെലിവറി അങ്ങനെ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ ആസിറ്റീസ് കണ്ടീഷനിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ മാത്രമാണ് റെഡി ഡെലിവറി. അപ്പോൾ നമ്മൾ റീസ്റ്റോർ ചെയ്യാതെ കൊടുക്കുന്ന വണ്ടിക്ക് നമ്മൾ 30 ദിവസം സമയം പിടിക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ മെക്കാനിക്കൽ സൈഡ് വർക്കുകളെല്ലാം അത്യാവശ്യം ചെയ്യണം. ബോഡിയുടെ വർക്ക് ചെയ്യണം, AC വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെ അത് വേണം. പിന്നെ NOCക്ക് സ്വാഭാവികമായിട്ടും സമയം എടുക്കുമല്ലോ. ഒരു കസ്റ്റമർ വന്നതിന് ശേഷമാണ് നമ്മൾ NOC എടുക്കാൻ പ്രോഗ്രാം അതിൻ്റെ ഉള്ള ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ NOCക്ക് നോർമലി നമ്മൾ 45 ദിവസം എന്തായാലും എടുക്കും. ചില സ്ഥലത്ത് നിന്ന് 2 ദിവസം കൊണ്ട് കിട്ടുന്ന കേസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും അത് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റത്തില്ല. 45 ദിവസം മുതൽ 2 മാസം വരെ സമയം പറഞ്ഞിട്ടാണ് നമ്മൾ NOC കസ്റ്റമർക്ക് ഓഫർ ചെയ്യുന്നത്. ഡെലിവറി നമ്മൾ കസ്റ്റമറിന് അവിടെ കൊണ്ടുകൊടുക്കും. പിന്നെ എല്ലാവർക്കും കൊടുക്കും. അതൊന്നും ഒരുപാട് പ്രശ്നമേ അല്ല. ഇഷ്ടംപോലെ ആൾക്കാരാണ്, ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കും, തിരിച്ചെടുക്കുക. അതൊന്നൊരു പ്രശ്നമല്ല. നമുക്ക് ഈ സമയത്തിൻ്റെയാണ്. പല സമയത്തും നമുക്ക് ടൈം ബൗണ്ടറായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അതൊരു പരിധി വരെ നല്ലപോലെ പരിഹരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻക്വയറി കൂടിപ്പോയി നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ തീർത്തും കുറവായിരുന്നു. ഇപ്പോൾ അതൊരു പരിധി വരെ നല്ല രീതിയിൽ ഞങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് സെയിം ഡേറ്റ് തന്നെ ഡെലിവറി ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമില്ല. പിന്നെ കസ്റ്റമർ നമ്മളെല്ലാം നല്ല ഫ്രണ്ട്ലി ആൾക്കാരാണ്. ഇപ്പോൾ നമുക്ക് 2 ദിവസം താമസം കസ്റ്റമർ ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ആരെങ്കിലും നമുക്ക് അങ്ങനെ അത്യാവശ്യമുള്ളെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡ് ബൈ വണ്ടിയുണ്ട്. അത് കസ്റ്റമർ കൊടുക്കും 2-3 ദിവസത്തേക്കൊക്കെ ഉണ്ട്. അവരെ ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകത്തില്ല.
അപ്പോൾ ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ പജേറോ പ്രാന്തന്മാർ ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു വണ്ടിയുണ്ട്, നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ അങ്ങനത്തെ വർക്കും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ നമ്മൾ സ്പാർട്സിന്റെ പരിപാടി തുടങ്ങുന്നുണ്ട് അല്ലേ? പാർട്സ് നമുക്ക് ഒരു 2 മാസത്തിനുള്ളിൽ പാർട്സ് അവൈലബിൾ ആവുന്ന ഒരു സാഹചര്യം ഉണ്ട് ഉറപ്പായിട്ടും. യെസ്. അപ്പോൾ അങ്ങനെ പാർട്സ് ഓൾറെഡി എറണാകുളത്ത് ചെയ്യുന്ന നല്ല കടകളുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തമായിട്ട് നമ്മളിപ്പോൾ ഓൺ വരുന്നത് ഒരു 2 മാസം സാഹചര്യം ഇപ്പം നമ്മുടെ കസ്റ്റമറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അല്ല നമ്മളൊരു വലിയൊരു രീതിയിലല്ല, എന്നാലും നമുക്ക് ഒരു കസ്റ്റമർ നമ്മുടെ നിന്ന് എടുത്തിട്ട് പോയ ഒരാൾ നമുക്ക് നാളെ ഒരു സാധനം ചോദിച്ചാൽ കൊടുക്കാൻ പോകുന്ന ഒരു സംവിധാനം അത്രയാണ് ഉദ്ദേശിക്കുന്നത്. വലിയ റേഞ്ചിൽ ചെയ്യാൻ ആൾക്കാർ ഒത്തിരി എറണാകുളത്തൊക്കെ ഉണ്ട് അവര്. ഓക്കെ. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് റീസ്റ്റോർ ചെയ്ത് നല്ല കണ്ടീഷൻ പജേറോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ SFX കേട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ നമ്പർ നമുക്ക് ഡിസ്പ്ലേയിൽ കൊടുക്കാം അല്ലേ? നമ്പർ വാട്സാപ്പ് ആണ് കൂടുതൽ ഉചിതം അല്ലേ? നമ്മൾ വാട്സാപ്പ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാ കോളും ചിലപ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കും ഉറപ്പായിട്ടും. കൂടിയാലോ കുറെ ആൾക്കാർ ഇത് ചിലപ്പോൾ വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ എനിവേ വാട്സപ്പ് ചെയ്യാൻ നമ്പർ നമ്മൾ ഡിസ്പ്ലേയിൽ കൊടുത്താൽ ചേട്ടാ ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ പറയുവാണെങ്കിൽ കോട്ടയം ജില്ല പുൻകുന്നം, ചെറുക്കടവ് ഈസ്റ്റ് അല്ലേ? ഇത് അതെ ചെറുക്കടവ് പുൻകുന്നമാണ്. പുൻകുന്നം ഇപ്പം നമ്മുടെ പുതിയ ഓഫീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പുൻകുന്നം പുല്ലൂരുമൂറ്റയുടെ ഹൈവേയിലാണ്. ഇവിടെ പിന്നെ എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ ലൊക്കേഷൻ നോക്കിയാൽ മതി പജേറോ വേൾഡ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ എനിവേ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വണ്ടിപ്രാന്തന്മാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, പജേറോയുടെ എന്തെങ്കിലും വർക്ക് ഇതുപോലെ റീസ്റ്റോറേഷൻ വർക്കുള്ള പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% വിശ്വസ്തയോടെ തന്നെ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. കാര്യം നിങ്ങൾ വർക്കൊക്കെ ഉണ്ടല്ലോ, വർക്ക് കഴിഞ്ഞിട്ട് വണ്ടി ഉണ്ടല്ലോ, അത് അടിപൊളി വർക്കാണ്. മാത്രമല്ല നിങ്ങൾക്ക് വണ്ടി ഇതുപോലെ തന്നെ എടുക്കാൻ താല്പര്യമുള്ള ചേട്ടനെ വിളിക്കാനാണ്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി കണ്ടന്റ് ആയിട്ട് വരുന്നവരെ ബൈ ബൈ.